ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരാളെങ്കിൽ ചെയ്ത ജോലിയിൽ അവര് വലിയ വിള്ളൽ വീണു, വലിയ പാളിച്ച സംഭവിച്ചു, അതിനെ കുറിച്ചിട്ട് ഒന്ന് വെളുപ്പിക്കാൻ മന്ത്രി നോക്കി. മന്ത്രിക്കും ചെറിയ പാളിച്ച വന്നു, നാട്ടുകാർക്കൊക്കെ അത് കാര്യമായിട്ട് മനസ്സിലായി. അതിന് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വിഷമിക്കത്തക്ക ഒന്നും കാര്യം പറഞ്ഞില്ല. നമ്മളുടെ ആരുടെയും പ്രയാസത്തിന്റെ കാര്യമല്ലല്ലോ. നമ്മൾ പണി ഏൽപ്പിച്ചിരിക്കുന്ന ഊരാളെങ്കിൽ എന്ന കോൺട്രാക്ടർ കൃത്യമായി പണി ചെയ്യാത്തതിനെ നമ്മൾ ഒന്നിച്ചു നിന്ന് എതിർക്കണ്ടേ? അത് ചെയ്യുന്നതിന് വരെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് വെളുപ്പിക്കൽ പണിയെടുക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്താ കാശ്മി, വിള്ളലായാലും ക്രാക്കായാലും ഇവർ എന്ത് പേരിട്ട് വിളിച്ചാലും മേൽക്കൂര ചോർന്ന് മഴവെള്ളം താഴോട്ടേക്ക് ഇനിഞ്ഞിറങ്ങി. അത് സത്യമാണല്ലോ. ഇനിയും ഇവർ ഊരാളുങ്കലിനെ വെളുപ്പിക്കാൻ വേണ്ടി തള്ളൽ തുടർന്നാൽ ഈ വിള്ളലിൻ്റെ വീതി കൂടും, പെരുമഴയാ വരുന്ന വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനം ഉണ്ടാക്കണം. അത് ഊരാളുങ്കലിൻ്റെ ചുമതലയാണ്. അത് നടത്തിപ്പിനുള്ള പണിയാണ് മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മാർക്കറിൻ്റെ പാട് മാച്ചു എന്ന് പറഞ്ഞ് ആ നുണയും മായ്ച്ചു കളഞ്ഞു ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി വിട്ടേക്കുന്ന ആളല്ല മന്ത്രി. അദ്ദേഹത്തിൻ്റെ പണി അതല്ല എന്ന് തിരിച്ചറിയണം. ഇനി സബ്ജക്റ്റ് എക്സ്പെക്റ്റ് ആണോ എന്ന് ചോദിക്കും ഹാഷ്മി. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പെയിന്റ് പണിയും ഈ പറഞ്ഞ മെക്കാട് പണിക്കൊക്കെ കുറച്ചൊക്കെ പോയിട്ടുള്ള ഹെൽപ്പറും ഇതൊക്കെ ആയിട്ട് ഇത് എക്സ്പെർട്ടൊന്നുമല്ല, പക്ഷെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാം. നമുക്ക് പനിയുണ്ട്, പനി വന്നാൽ ചൂടുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഡോക്ടർ ആവേണ്ട കാര്യമില്ല. അത് ഏത് തരം പനിയാണ് എന്ന് പറയാൻ ഒരു ഡോക്ടറുടെ സബ്ജക്ട് എക്സ്പെർട്ടും വേണം. അതുപോലെ തന്നെയാണ് ആ മേൽക്കൂരയിൽ വിള്ളലുണ്ട്, വെള്ളം കിഴിഞ്ഞിറങ്ങുന്നു എന്ന് പറയാൻ സാമാന്യ ബോധം നഷ്ടപ്പെടാത്ത സകല മനുഷ്യർക്കും പറ്റും. അത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് അത് വന്നത് എന്ന് പറയാൻ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് വേണം. എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളായിരിക്കണം, എക്സ്പെർട്ട് ആയിരിക്കണം. അത് മന്ത്രി അല്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. അത് സുരേഷ് കുമാറിന് മനസ്സിലാകാത്തത് എൻ്റെയും തങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ടൗൺഷിപ്പിൽ നിങ്ങൾ താക്കോൽ കൈമാറിയ 178 വീടുകളുടെ പണി പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞത് ഇപ്പോഴും പൂർത്തിയാകാത്ത വീട്, കൈമാറ്റം ചെയ്യാത്ത വീടിനെ കുറിച്ച് എന്തിനാ ആക്ഷേപം എന്നാ. അപ്പൊ പിന്നെ നിങ്ങൾ അന്ന് എന്തിനാ താക്കോൽ കൊടുത്തേ? വല്ലവരുടെയും കസ്റ്റഡിയിലിരിക്കുന്ന വീടിന്റെ താക്കോൽ ഈ പാവങ്ങൾക്ക് കൊടുത്ത് പറ്റിച്ചെന്തിനോ? വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭൂകമ്പത്തെ അതിജീവിക്കുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കണ്ടേ, ഇനി സർക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആരാ സർക്കാർ? സുരേഷ് കുമാറെ, നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി കൊടുത്തിരിക്കുന്നത് 774 കോടി രൂപയുടെ നോട്ടക്കാരൻ. അതനുസരിച്ചിട്ട് ഈ പാവപ്പെട്ടവർക്ക് 410 വീട് വെച്ചു കൊടുക്കാനുള്ള ഇതിന്റെ നോട്ടക്കാരൻ മാത്രമാണ് സർക്കാർ. അല്ലാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ AKG സെന്ററിൽ ബക്കറ്റ് വീട് കിട്ടുന്നതിന്റെ വീതം വെച്ച് പാവങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇത് നാട്ടുകാരുടെ സംഭാവനയാ, സോഷ്യൽ ക്യാപിറ്റൽ. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നത് നല്ലതാ. ഇനി പാലാരിവട്ടം പാലം, കൂളിമാട് പാലവും ഒന്നും ഇതായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇതൊന്നും കമ്പയർ ചെയ്യണ്ട. ഈ കൊച്ചിയിൽ മുണ്ടംവേലിയിൽ PNT കോളനിക്കാർക്ക് പണിത് കൊടുത്ത വീടുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, ചോർന്നൊലിക്കുന്നുണ്ട്, ഒരുപാട് ആക്ഷേപമുണ്ട്. നിങ്ങൾ അതിന്റെ പരിഹാരം കണ്ടെത്തിയോ സുരേഷ് കുമാറെ? ഈ തൊടുപുഴയിൽ ലൈഫ് മിഷൻ പണിതുയർത്തിയ കരുമണ്ണൂരിലെ 42 കുടുംബങ്ങൾക്ക് പണിതു കൊടുത്ത ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സമുച്ചയം 2023 കൊടുത്തു, 25 മഴയത്ത് ചോർന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പം നിങ്ങൾ അതായിട്ട് കമ്പയർ ചെയ്യാം. ലൈഫിന് കൊടുക്കുന്ന വീട് എത്ര, ലൈഫിന് കൊടുക്കുന്ന പൈസ എത്ര, ഇവിടെ വെക്കുന്ന പൈസ എത്ര? അജഗജാന്തര വ്യത്യാസമുണ്ട് ഹാഷ്മി. അത് ലൈഫിന് വെക്കുന്ന വീട് ദുരന്ത മേഖലയിലാണെങ്കിലും അത്രേ പണമുള്ളൂ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ 10-26 ലക്ഷം വെച്ച് പണിയുന്ന വീടല്ലേ. അത് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം? ഇവർ ചെയ്യുന്നതിനേക്കാൾ 100-300 സ്ക്വയർ ഫീറ്റ് കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീട്, സൗകര്യങ്ങളോടെ എല്ലാവിധ സാധന സാമഗ്രികളോടും കൂടി മുസ്ലിം ലീഗ് പണിത് കൊടുത്തപ്പോ അതിനായതിനേക്കാൾ 10-12 ലക്ഷം രൂപ ഇവർ കൂടുതലാണ് ചെലവാക്കുന്നത് സർക്കാർ. എന്തുകൊണ്ടാ? ഭൂകമ്പത്തെ അതിജീവിക്കാൻ, പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ. എന്നിട്ടെന്താ മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പൊ UDF എന്ത് ചെയ്തു വെച്ചാൽ ലീഗ് കൊടുത്തു, കോൺഗ്രസിന്റെ പണികൾ നടക്കുന്നു. കോൺഗ്രസിന്റെ പണികൾ വൈകിയാൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഇനി CPM-ന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റെസിപ്റ്റ് തന്നു യൂത്ത് കോൺഗ്രസിന് പണം കൊടുത്തു. ഒരു റെസിപ്റ്റ് ഹാജരാക്കാൻ സുരേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുക. സുരേഷ് കുമാർ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരന് പിരിവ് കൊടുത്തോ? യൂത്ത് കോൺഗ്രസ്സുകാർ സ്ക്രാപ്പ് ചാലഞ്ചും പേപ്പർ ചാലഞ്ചും ഒക്കെ നടത്തി പണം സംഭാവന ചെയ്തു. തികയാത്ത പണം ആ പാർട്ടിയിലെ ഭാരവാഹികൾ സ്വന്തം നിലയിലെടുത്തു. അത് KPCCക്ക് കൈമാറി. നിങ്ങളുടെ ആരെയും കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയ DYFI-ക്കാർ വ്യാജ അക്കൗണ്ടിലൂടെ പണം കൊള്ളയടിച്ചത് മാധ്യമ വാർത്തയാണ്. അപ്പൊ DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും അവിടെ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് കൊടുക്കുന്ന വീടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്തേ. ഗവൺമെന്റ് കൊടുത്ത വീടിനുണ്ടായ വിള്ളലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ DYFI കമ്പയർ ചെയ്താൽ DYFI-ക്കാർ വാങ്ങിയ 1.25 കോടി രൂപയുടെ പലിശ എവിടെ പോയി ചോദിക്കേണ്ടി വരും. അതല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് രാഷ്ട്രീയ ചർച്ചയല്ല. വിള്ളൽ എന്ന് പറയരുത്, ക്രാക്ക് എന്ന് പറയണം. മാത്രമല്ല എന്തോന്ന് ഷ്രിങ്കേജ് ക്രാക്ക് എന്നാണ് സാങ്കേതികമായ പദാവലി. ഷ്രിങ്കേജ് ക്രാക്ക് എന്തൊക്കെ ചെയ്യും? അവിടെ നിന്ന് എന്താണ് ഈ പറയുന്ന രീതിയിൽ ആ ഭാഗത്ത് അപ്രോക്സി ട്രീറ്റ്മെന്റ് നടത്തും, വാട്ടർ പ്രൂഫ് ചെയ്യും. അതിനുമീതെ 2 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ ഇടത്തോട്ട് തിരിച്ച് സ്ക്രീഡ് കോൺക്രീറ്റ് നടത്തും. പിന്നെ അതിനുശേഷം ഊരാളെങ്കിൽ അധികൃതരും സംയുക്ത പരിശോധന നടത്തും. വീട് കൈമാറുന്നതിന് നാട്ടുകാരെ ഉൾപ്പെടുത്തി 3 ഘട്ടമായി പരിശോധിക്കും. ഈ പരിശോധന എന്ന് വീട് കൈമാറും എന്നത് വേറെ ചോദ്യം.
ജിൻഡോ, പക്ഷേ നിങ്ങൾക്കിത് ചോദിക്കുമ്പോൾ ഇന്നിപ്പോ എന്താ ഡിവൈഎഫ്ഐ അവിടെ പോയി നിങ്ങളുടെ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും നിങ്ങളുടെ അങ്ങോട്ടേക്കുള്ള വഴി എന്ന ബാനർ വെക്കുകയും ചെയ്യുക. നിങ്ങൾ പിരിച്ച പണം പൂർണ്ണമായി ഏതർത്ഥത്തിൽ എങ്ങോട്ടേക്ക് എവിടെ എന്ന് കൃത്യമായി പറയാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വിരൽ ചൂടാൻ അവകാശമുണ്ടോ ജിൻഡോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഹാഷ്മി. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഈ നാട്ടിലെ സർക്കാരുകൾക്ക് നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും, കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ബി ജെ പിക്കാരും അടക്കം, ജാതിയും മതവും രാഷ്ട്രീയവും ഉള്ളവരും ഇല്ലാത്തവരടക്കമുള്ള മുഴുവൻ മനുഷ്യരും സംഭാവന ചെയ്ത, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മനുഷ്യർ സംഭാവന ചെയ്ത 774 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയത്. വയനാട് പുനരധിവാസത്തിന് വേണ്ടി മാത്രമായി കിട്ടിയത്. അതുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് പ്രഖ്യാപിച്ച വീടുകൾ, യു ഡി എഫിൽ ലീഗിൻ്റെ വീടുകൾ പൂർത്തീകരിച്ചു കൊടുത്തു, സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ ചെറിയ എമൗണ്ടിന് പൂർത്തീകരിച്ചു കൊടുത്തു. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ച വീടുകളുടെ പണി തുടങ്ങുന്നു, അത്തരം കാര്യങ്ങൾ നടക്കുന്നു. അതാണല്ലോ ഡിബേറ്റ്. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് ചോർച്ചയില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, കോൺട്രാക്ടർമാരും മറ്റു ആളുകളും ചെയ്തോളും. ഇനി അത്തരം ഘട്ടത്തിൽ വിള്ളലും വെള്ളം ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം ഡിവൈഎഫ്ഐക്കാർ വന്ന് അത് പരിശോധിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ വീടിൻ്റെമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഇവർ ക്രാക്കെന്നോ വിള്ളലെന്നോ എന്ത് തേങ്ങ പറഞ്ഞാലും മേൽക്കൂരയിൽ വെള്ളം വന്നപ്പോൾ അത് പെർക്കാത്തക്കാട്ട് വീണു എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്, അല്ലേ? ഒരു വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ 3ഓളം വീടുകളിലുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവർ ഊരാളെങ്കിൽ അവകാശപ്പെടുന്നത് പോലെ തന്നെ, കേരളത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞതുപോലെ തന്നെ, ഇവർ സോളാർ വരെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി 7 സെൻറ്റിമീറ്റർ കനത്തിൽ ഗ്രൗട്ടും മറ്റേ പരിക്കനൊക്കെ അടിച്ച് ഇനി സെറ്റാക്കും, മറ്റത് ചെയ്യും, അപ്പോക്സി അടിക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ ഇവരുടെ അത്ര എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളൊന്നുമില്ല, പക്ഷേ കുറച്ച് കാലമൊക്കെ ഇത്തരം പരിപാടികൾക്കൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി കെ രാജൻ്റെ ക്വാളിഫിക്കേഷൻ BSc LLB ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, BSc LLB. അദ്ദേഹം എഞ്ചിനീയർ അല്ല. അപ്പോൾ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഒരു ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി, ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദുരന്തത്തിന് ഇരയാക്കപ്പെട്ട മനുഷ്യർക്ക് ഭൂകമ്പത്തെ പോലും സകല പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകുന്ന അത്തരം കെട്ടിടങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പരിശോധിച്ച് അതിന് എൻഡോഴ്സ്മെൻറ്റ് നൽകാനായിട്ടുള്ള ചുമതല കേരളത്തിലെ റവന്യൂ മന്ത്രിക്ക് ഇല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പള്ളി പോയി അത് കൈ പിടിച്ചാൽ മതി ആ വാദം. കാരണം എന്താ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. മന്ത്രിയല്ല ഇത് പറയേണ്ടത്. നാളെ നാട്ടിൽ ഒരു പാലം പണി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കൾവേർട്ട് പണി നടക്കുന്നു, അതിലെന്തെങ്കിലും വിള്ളലോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറ്റില്ല. മന്ത്രിയുടെ പണിയെടുക്കണ്ടേ. ഇത് എഞ്ചിനീയറിംഗ് അറിയാവുന്ന പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ്. ഈ സർക്കാരിൻ്റെ PWD വകുപ്പിലെ എഞ്ചിനീയർമാരില്ലേ, അവരല്ലേ പരിശോധിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. മന്ത്രിക്ക് എന്താ ഇത്ര തിടുക്കമായിരുന്നു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് പാടുപോയി എന്ന് പറയാനായിട്ട്? വീട് കിട്ടിയ ആളുകൾ തന്നെ പറയുന്നുണ്ട് അവിടെ അതിനേക്കാൾ വിള്ളലുള്ള മുറി ഉണ്ടായിരുന്നു, അവിടെ പോയില്ല, മേൽക്കൂരയിൽ പോയി പരിശോധിച്ചില്ല എന്നൊക്കെ. അപ്പം മന്ത്രി ഊരാളുങ്കലിന് വേണ്ടിയിട്ട് PR പണിയെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവിടെ വന്നത്. എൻ്റെ ചോദ്യം എവിടെയാണ്? ഇവർ ദുരിതബാധിതരെ ഒരുപാട് ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞു. അത് ചേർത്ത് നിർത്തിക്കോട്ടെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീടിനെ കുറിച്ച് ചോദിച്ചു, വൈകിയതിനെ കുറിച്ച് ചോദിച്ചു, മറ്റു പല കാര്യങ്ങളും ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ പ്രഖ്യാപിച്ച വീട് 2 വർഷമായിട്ടും കൊടുക്കാൻ പറ്റാത്തത് എന്താ? കോൺഗ്രസ് ഒരു പ്രതിപക്ഷത്ത് 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയ്ക്ക് ഒരുപാട് കുറവുകൾ പറ്റി എന്ന് നിങ്ങൾ പറയുന്ന വാദത്തെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല? മുഴുവൻ തുകയും കയ്യിലുണ്ട്, മുഴുവൻ സംവിധാനങ്ങളും ഭരണ സംവിധാനം ഒക്കെ ഉണ്ട് കയ്യിൽ, ഇല്ലേ? വിഷുവിന് മുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏത് വിഷുവിന് മുമ്പ് എന്ന് പറയാത്തത് കൊണ്ട് ഇനിയും വിഷു വരുന്നത് കൊണ്ട് ആളുകൾക്ക് കാത്തിരിക്കാം എന്നുള്ളത് മാത്രം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, 178 മനുഷ്യർക്ക് താക്കോൽ ദാനം നൽകിയ ഒരു വീട്ടിൽ പിന്നെ വിള്ളലുണ്ടായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴവിടെ ഒരു മനുഷ്യന് പോലും താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മന്ത്രി വന്ന് റൂൾ പെൻസിലിൻ്റെ മാർക്കർ കൊണ്ടുള്ള വരം അയച്ചു കളയുന്നതിൽ ഒരു അർത്ഥമില്ലെന്നേ. അതൊക്കെ തട്ടിപ്പാണ്, PR ആണ്. ഇവിടുത്തെ സൈബർ സംഘങ്ങൾ പറയുന്നത് എന്താ, ഈ വീട് വേണമെങ്കിൽ മേടിച്ചാൽ മതിയെന്ന്. ഇത് ഞാൻ പറയട്ടെ, ഇത് എൻ്റെയോ ഹാഷ്മിയുടെയോ സുരേഷ് കുമാറിൻ്റെയോ മറ്റാരുടെയോ സ്വന്തം ചിലവല്ലല്ലോ, നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ ആകത്തുകയല്ലേ. മമ്മൂട്ടി ആ ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ട് എന്താ പറഞ്ഞത്, നമ്മുടെ നാടിൻ്റെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ്. അതെന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെയാണ് ഇടതുപക്ഷമാകുക? അവർക്കൊന്നും ഒരു പക്ഷമില്ലെന്നേ. അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന സൈബർ ഹൂളിഗൻ സംഘത്തെ ഇടതുപക്ഷം ഒന്നും വിളിക്കല്ലേ. ഇടതുപക്ഷത്തിന്റെ ഇടതെന്താണെന്ന് അറിയാത്ത വൃത്തികെട്ടന്മാരാണത് ഈ പറയുന്ന ഔദാര്യം എഴുതി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെ ഇടതുപക്ഷം ഒന്നും വിളിക്കണ്ട. അവർക്ക് രാഷ്ട്രീയമില്ലാത്തവരാണ്, അവർ അരാഷ്ട്രീയരാണ്, അവർ മനുഷ്യവിരുദ്ധരാണ്. ജിൻഡോ, ഹാഷ്മി, അതിലൊരു അവർ ചെയ്തത് അങ്ങേയറ്റത്തെ വൃത്തികേടുകളാണ് എന്നുള്ളതിന് ഒരു തർക്കമില്ല. പക്ഷേ കേരളത്തിലെ റവന്യൂ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇന്നലെ. എന്തായിരുന്നു എന്നറിയോ? ആ നുണയും മായ്ച്ചു കളഞ്ഞു എന്ന്. ഏത് നുണയാണ് മായ്ച്ചു കളഞ്ഞത്? അവിടെ ക്രാക്ക് ഉണ്ടായിരുന്നു, മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം കിനിഞ്ഞ് താഴോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞത് സത്യമായിരുന്നു. അദ്ദേഹം വന്ന് പെൻസിൽ മാർക്ക് മായ്ച്ചു എന്ന് പറഞ്ഞിട്ട് ആ നുണയും മായ്ച്ചു കളഞ്ഞു. ഏത് നുണയാണ് മായ്ച്ചു കളഞ്ഞത്?
ഒരു നുണയും വായിച്ചില്ല. ഇനി ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ സുരേഷ് കുമാറിനോട്, ഈ അടുത്ത കാലത്തല്ലേ AKG സെന്റർ പണിതുയർത്തിയത്? വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സമ്മതിക്കുമോ? ഇനി വേണ്ട, AKG സെന്ററിന്റെ കാര്യം വിട്, നിങ്ങളുടെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിതുയർത്തുമ്പോൾ മേൽക്കൂര ഉദ്ഘാടനത്തിന് നിങ്ങൾ ഉദ്ഘാടനം നടത്തി താക്കോലൊക്കെ ഇലക്ഷന് മുമ്പ് കൊടുത്തു, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് മേൽക്കൂരയിൽ നിന്ന് വെള്ളം കിനിഞ്ഞു വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ പണിയുന്ന കോൺട്രാക്ടർ പറയുകയാണ് ഞാൻ ഇനി 7 സെന്റിമീറ്റർ കണത്തിൽ കുറച്ച് ഗ്രൗട്ട് അടിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? നിങ്ങൾ പൈസ കൊടുക്കുമോ? ആലപ്പുഴയിൽ ഒരു MLA കഴിച്ച പുട്ടിൻ്റെയും കടലയുടെ കാശ് കൊടുക്കാതെ വഴക്കുണ്ടാക്കി പോയ കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ മേൽക്കൂരയിൽ ഓട്ട വീണ് വെള്ളം ചോർന്നൊളിച്ചാൽ പൈസ കൊടുക്കുമോ? ആരെങ്കിലും കൊടുക്കില്ല. നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പണിത് കൊടുത്ത് കൈമാറി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വീട്, ഇതുവരെ മനുഷ്യരാരും താമസിക്കാത്ത വീടുകളുടെ ഡോറുകൾ കേടായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷനാണ് നടത്തിയത്? ഭൂകമ്പത്തെ അതിജീവിക്കാൻ പോയിട്ട് വേനൽ മഴ, ഒറ്റ മഴയെ അതിജീവിക്കാൻ ശേഷിയില്ലാത്ത വീടാണ് പണിതുയർത്തുന്ന ഊരാളുങ്കൽ. ഈ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിന്റെ നോക്കുകൂലി വാങ്ങുന്ന ആളുകളും ഇല്ലാത്ത ഭജന സംഘത്തിന് പൈസയുടെ ബില്ല് എഴുതി കൊടുത്തില്ലേ? മൊത്തം പൈസ വേണമെന്നാ പറയുന്നത്. 5 പൈസ കുറക്കില്ലെന്നാ പറയുന്നത്.